ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ടിപ്സുകളാണ്, എന്നിരുന്നാൽ പോലും നമുക്കത് ചില സമയങ്ങൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ന്യൂട്ടല്ല, അതല്ലെങ്കിൽ ബട്ടർ, അങ്ങനെയുള്ള നെയ്യ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളത് അങ്ങനെ വെച്ചിരുന്നാൽ അത് നന്നായിട്ട് അങ്ങോട്ട് കട്ടയായിട്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആയിട്ട് മാറാറുണ്ട്. ഇത് ന്യൂട്ടല്ലയുടെ ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അങ്ങോട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രം അടപ്പ് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ, ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചൂടുവെള്ളത്തിലൊക്കെ ഇറക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ ഒരു കുറച്ച് സമയം വെച്ചപ്പോഴേക്കും തന്നെ അതിലുള്ളതെല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം തന്നെ ഉണ്ട്, ഒരു രണ്ട് മൂന്ന് സ്പൂണോളൊക്കെ തന്നെ ഇതിലിങ്ങനെ പറ്റി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇതേപോലെ സൂചിയിൽ നൂല് കോർക്കുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും അങ്ങോട്ട് പ്രശ്നമായിട്ട് വരാറുണ്ട്. കറക്റ്റായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാനും ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറുള്ളത്. പലർക്കും അങ്ങനെ ഉണ്ടാവുന്നുണ്ടായിരിക്കും. ചിലരൊക്കെ കണ്ണടയൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നൂല് കോർക്കുന്നുണ്ടാവുക. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരൊറ്റ തവണത്തേക്ക് മാത്രം തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള നൂല് നമ്മൾ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗം നമുക്ക് ഒരല്പം ക്യൂടെക്സ്, ഒരല്പം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമായിട്ട് നമുക്ക് ആ ഒരു തുമ്പ് ഭാഗത്ത് മാത്രം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് ശേഷം അത് അതേപോലെ ഒന്ന് പിരിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നല്ല ഒരു കട്ടിയായിട്ടിരിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായ രീതിയിൽ തന്നെ നമുക്ക് കണ്ണടയൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് നൂല് കോർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമുക്കിത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കുന്നതാണ്. ഇതിപ്പോൾ കുറച്ചധികം തന്നെ ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞാനൊരു 2 ദിവസമൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതിന് എന്തായാലും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതൊന്ന് കട്ടയായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടാനുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചളവിലാണ് നമുക്ക് എടുത്ത് ചൂടാക്കി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ പല സമയങ്ങളിലായിട്ടൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് കുറച്ചായിട്ടൊക്കെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി അതല്ല കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ കുറച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഒരു പാത്രം നമുക്കിതിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം താഴ്ത്തി വെക്കാം കേട്ടോ. അതിന് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് അതിലുള്ളിലുള്ള ആ ഒരു ഭക്ഷണ പദാർത്ഥം നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ അടിയിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്പം തയ്യാറാക്കിയത് പോലെയുള്ള ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഭക്ഷണ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കിയെടുക്കാൻ ഈ ഒരു രീതി ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ മിക്സിയുടെ ജാറ്, അതിൻ്റെ ആ ഒരു ബ്ലേഡിനൊക്കെ മൂർച്ച കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബ്ലേഡൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മൂർച്ചയൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. സാധാരണ നമ്മൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളത് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ കാശൊക്കെ കൊടുത്തിട്ട് ശരിയാക്കി എടുക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലേ. അതിൻ്റെ ബ്ലേഡൊക്കെ മാറ്റിയെടുക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു 5 പൈസ പോലും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കാണ് ഇനി കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടത്തോടൊക്കെ
നമ്മൾ എന്തായാലും സൂക്ഷിച്ച് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മുട്ട നന്നായിട്ട് തോട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു മുട്ടത്തോട് കൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ജാറിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് അതങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോഴേക്കും തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഉള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകി വരാനായിട്ട് തുടങ്ങുകയും ചെയ്യും. മാത്രമല്ല ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് മൂർച്ച കൂടി കിട്ടുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഗ്ലാസ്സുകൾ ഒരുപാട് പഴക്കമുള്ള ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരുപാട് കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും, നിറം മങ്ങിപ്പോയിട്ടുണ്ടാവും. അതുപോലെ ഇങ്ങനെയുള്ള പാത്രങ്ങളുടെ വക്കത്തും ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതിലൊക്കെ ഒരു കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റാനുള്ള ടിപ്പാണ്. അപ്പോൾ തോട് പൊടിച്ചെടുത്തതിലേക്ക് ഞാൻ കുറച്ച് പൊടിയുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറയും കാര്യങ്ങളും എല്ലാം പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗ്ലാസിൻ്റെ ആ ഒരു വക്കത്ത് ഉള്ള ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും നന്നായിട്ട് കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിറം മങ്ങിയിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു പുത്തൻ പാത്രമായിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഗ്ലാസ് പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഏതൊരു പാത്രം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. സ്റ്റീലിൻ്റെ പാത്രങ്ങളോ ഓട്ടുപാത്രങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സെറാമിക് പാത്രങ്ങളോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് പഴയതാണ് എന്നുണ്ടെങ്കിൽ നല്ല പുതിയതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ കറ പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് മുട്ട നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാലോ, മുട്ടയൊക്കെ നമുക്ക് ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാടൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് സൂക്ഷിച്ച് കുറച്ച് നാളിരിക്കുമ്പോൾ അതെന്തായാലും ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുട്ടയൊക്കെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിച്ച് വെക്കുന്നത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതല്ല. കുറഞ്ഞതൊരു 10 ദിവസമൊക്കെ മാത്രമേ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പോൾ നമുക്കത് പുറത്ത് തന്നെ വെച്ചിട്ട് എങ്ങനെയാണ് കൂടുതൽ നാൾ ഇരിക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതിലെന്തായാലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അരിയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് കാണിക്കുന്നത്. പണ്ടൊന്നും ഫ്രിഡ്ജിലൊന്നും ആയിരുന്നില്ല മുട്ടയൊന്നും സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇതുപോലെ അരിയിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയായിരുന്നു പതിവ്. എന്നിട്ട് നമ്മളിതൊന്നും മൂടി വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ തന്നെ നമുക്കത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. പെട്ടെന്ന് ചീഞ്ഞു പോവുകയോ കേടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവണില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മുട്ട പുഴുങ്ങുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങുന്നത് പോലെ തന്നെ പുഴുങ്ങിയെടുക്കുക. അപ്പം മുട്ട പൊട്ടിപ്പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ മുട്ട പൊട്ടിയിട്ട് ആകെ പൊട്ടി ഒലിച്ചൊക്കെ വരാറുണ്ട്. ഇനി നമ്മളിത് തോട് കളയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഒന്നും വേണ്ട. നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ നമുക്കതിലുള്ള വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ നമുക്കതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഒട്ടും തന്നെ വൃത്തികേട് ആവാത്ത രീതിയിൽ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ചൂല് വൃത്തിയാക്കുന്നതാണ്. അതായത് നമുക്കറിയാലോ, ഇതുപോലെ പുല്ലിൻ്റെ ചൂലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങി വരുമ്പോൾ എന്തായാലും അതിലൊരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചൂല് നല്ല വെയിറ്റ് ആയിരിക്കും നമ്മൾ ആ പൊടികളൊക്കെ ഇരിക്കുന്ന കാരണം. അപ്പോൾ നമുക്കത് അടിച്ച് വാരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അതിൻ്റെ പൊടിയൊക്കെ ചാടിയിട്ട് നമുക്ക് അടിച്ച് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അങ്ങനെ ആ ഒരു വെയിറ്റ് കാരണം നമുക്ക് ചൂല് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാറുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ നാൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക്
ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ചൂല് ഒരു പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ വേറൊരു പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് തട്ടിയിട്ട് അതിലുള്ള പൊടികളൊക്കെ അടർന്ന് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കതിൻ്റെ ചൂലിൻ്റെ ഭാരവും ഒന്ന് കുറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നിട്ട് നമുക്ക് കണ്ണിയകലുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചീകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇതേപോലെ ചീകിയിട്ട് അതിലുള്ള പൊടി പതുക്കി ഒന്ന് തട്ടിക്കളയുക. അപ്പോഴേക്കും തന്നെ അതിലുള്ള ആ ഒരു കംപ്ലീറ്റ് പൊടിയും തന്നെ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ വെയിലുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം വെയിലത്ത് വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചൂലെന്ന് പറയുന്നത് കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.